ലോക്സഭ ഇലക്ഷന്റെ റിസൾട്ട് നമ്മുടെ തൊട്ടടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ താമര ഈ തവണ വിരിയുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പൊ ഒരുപാട് എന്താ പറയാ ഡെവലപ്മെന്റ് ഉള്ള പല പല സ്റ്റേറ്റുകളിൽ ഒരുപാട് BJP-ക്കാർ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കേരളത്തില് പിടിമുറുക്കുമോ എന്നുള്ളത് നമുക്ക് ആൾക്കാരോട് ചോദിച്ചു നോക്കാം, എന്താണ് അവരുടെ അഭിപ്രായം എന്നും. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടുമോ എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നാളെ നമ്മുടെ ഇലക്ഷന്റെ റിസൾട്ട് വരാണ്. അപ്പോൾ നാളെ BJP എവിടെയെങ്കിലും ജയിക്കുന്നു തോന്നുന്നുണ്ടോ? ഇതിൽ തൃശ്ശൂര് കാര്യമായിട്ട് പറയുന്നുണ്ട്. എനിക്ക് തൃശ്ശൂര് കാര്യമായിട്ട് വരുമെന്നുള്ളത്, ബാക്കിയുള്ളവരിലെ വലിയ അപ്ഡേറ്റ് ഒന്നുമില്ല. സുരേഷ് ഗോപി ജയിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവർ താരമൂല്യവും അതുപോലെ തന്നെ അവിടെയുള്ള കുറേ ഒരുപാട് വികസനങ്ങളും ഒരുപാട് സപ്പോർട്ടും ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള ന്യൂസിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു സുരേഷ് ഗോപി കയറുമെന്നുള്ളൊരു ഇതുണ്ട്. സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതെ. നാളെ ജയിച്ചെങ്കിൽ സന്തോഷമായിരിക്കും. എക്സിറ്റ് പോളിൽ ഇതുപോലെ സുരേഷ് ഗോപിക്കാണ് കുറച്ചുകൂടി ഒരു പെർസെൻറ്റേജ് കൂടുതൽ. അപ്പോൾ ജയിക്കുമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ BJP എവിടെയെങ്കിലും ജയിക്കുന്നോ? അതല്ല, ഇന്ത്യാവിന്റെ അധികാരത്തിൽ വരും, അത്രേ ഉള്ളൂ. എന്നാലും BJPക്ക് ചാൻസ് ഉണ്ട്. എവിടെയാണ് ചാൻസ് ഉള്ളത്? ഒന്ന് ആറ്റിങ്ങലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, അതുപോലെ തൃശ്ശൂരുണ്ട്. തൃശ്ശൂർ സുരേഷ് ഗോപി ഒരു മിനിറ്റ്, ഒരു പ്ലസ് ആയിട്ട് ആലപ്പുഴയ്ക്ക് ഒരു ചാൻസ് ഉണ്ട്. ഞാൻ തിരിച്ചറിയുന്ന സത്യം പറഞ്ഞ ആലപ്പുഴയാണ്. ആലപ്പുഴയ്ക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് BJP. എന്ന് പറയാനല്ല, ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പൊ നാളത്തെ ഒരു റിസൾട്ട് തൃശ്ശൂർ പറഞ്ഞേക്കണം സുരേഷ് ഗോപി ജയിച്ചു എന്നാണ് എക്സിറ്റ് പോളിന്റെ ഒരു ഇത് പറഞ്ഞേക്കണം. ജയിക്കുന്നു തോന്നുന്നുണ്ടോ? ഇപ്പോൾ ചുമ്മാ പറയത്തില്ലല്ലോ. ഇപ്പോൾ ഒരു പരിധിവരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ഒരു പരിധിവരെ നിയന്ത്രിച്ചു പോകുന്നൊരു സാധനമാണ്. നാളെ അറിയാം. നിർണായകമാണല്ലോ നാളെ. അപ്പൊ നാളെ അറിയാം. പിന്നെ തീർച്ചയായും ലോക്സഭ ഇലക്ഷൻ അല്ലേ, ഭാവി എല്ലാവരും തിരിച്ചറിയുന്ന ഒരു ദിവസമല്ല. ഒരു ചാൻസ് ഇല്ലായ്മയൊന്നുമില്ല, ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ പറയണത് ഈ കോൺഗ്രസ് ജയിക്കോളൂ, ഹൈബീഡൻ. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും BJP ജയിക്കുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല, ഞാൻ രാഷ്ട്രീയപരമായിട്ട് അധികം ന്യൂസൊന്നും കാണാറില്ല. അപ്പൊ അതിൻ്റെ ഓർത്തിട്ട് എനിക്ക് ഇത്രയൊക്കെ അറിയാൻ പാടുള്ളൂ. BJP എവിടെയെങ്കിലും ജയിക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മളെ അരുണാചലൊക്കെ ഇപ്പോ കേരളത്തില് ഒരു 50-50 ചാൻസ് ആണ്. എവിടെ ജയിക്കുന്നതാണ് ബ്രോഡ് ഒരു നിഗമനം? അപ്പൊ ഞാൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്തിലൊരു സീറ്റ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു ഇത്. അതെ, തൃശ്ശൂര് സുരേഷ് ഗോപി പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്തുള്ളതാണ്. പക്ഷെ പുള്ളിക്കാരൻ ട്രിവാൻഡ്രത്ത് നിന്നിരുന്നെങ്കിൽ ജയിച്ചത്. നമുക്കറിയാം കൂടുതലും പുള്ളിയെ അറിയത്തില്ല. പുള്ളിയാണ് പുറത്തോട്ട് ഇത് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നാണ് പറയുന്നത്. ശരിക്കും ജയിക്കുന്നു തോന്നുന്നുണ്ട് നാളെ. ആ നാളെ റിസൾട്ട് വന്നാലേ നമുക്കറിയത്തില്ല. നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഇപ്പോഴത്തെ ഇലക്ഷനിൽ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്താ നടക്കാൻ പോകുന്നതെന്നുള്ളത്. ബാക്കി ഞങ്ങളെപ്പോലുള്ള ജനങ്ങൾ തീരുമാനിക്കട്ടെ ബാക്കി എന്താണെന്നുള്ളത്. ജയിക്കില്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? കാരണം അവരുടെ മാനിഫെസ്റ്റോ മൊത്തം റോങ് ആണ്. ഇതിപ്പോൾ ഞാൻ ബാങ്കിങ് ഫീൽഡ് വർക്ക് ചെയ്യാനാണ്. കേരളത്തിൻ്റെ ഒരു ബാങ്കായ മാർത്താണ്ഡ മഹാരാജ സ്ഥാപിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ട്രാവൻകൂർ. അത് നമ്മുടെ നിന്ന് പോയി. ഹൈദരാബാദ്, ബിക്കാനൂർ, മൈസൂർ 7 ബാങ്ക് ലയിപ്പിച്ചു. മഹാരാഷ്ട്രക്കാർ മാത്രം അംബാനിയുടെ അവരുടെ ബാങ്ക് മാത്രം ലയിപ്പിച്ചില്ല. ബാക്കി 7 ബാങ്കും ഇന്ത്യക്കാർ ഓരോ കഷ്ടപ്പെടുണ്ടാക്കിയ ബാങ്ക് ഓർക്കണം. ഒരു ബാങ്ക് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ആന്ധ്ര ബാങ്ക്, കോർപ്പറേഷൻ ബാങ്ക്, അങ്ങനെ കുറേ ബാങ്ക് ലയിപ്പിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ RBIയുടെ കരുതൽ മൂലധനം അവർ ഇതുപോലെ അത് ലയിപ്പിച്ചു. അത് കുറേ ഫണ്ട്. ഇത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കഷ്ടപ്പെടുണ്ടാക്കിയ ഒരു ഡെവലപ്മെൻറ്റ് നടക്കണം. അവർ പിന്നെ തെറ്റായ വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൊറോണ വന്നു, മാനവരാശി നശിച്ചു എന്നാണ് നമ്പർ 2. ഇന്ത്യയിൽ ആൾക്കാരുടെ ബിസിനസ് മേഖലയിൽ പോയി രാജ്യത്തിൻ്റെ എക്കണോമി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ലോണുകൾ, കടബാധകൾ എഴുത്തലാണോ? അവരുടെ ഇൻട്രസ്റ്റുകൾ മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ഹൗസിംഗ് ലോൺ, ടൈം ലോണുകൾ, അതുപോലെ തന്നെ ഓടികളുള്ളത്. ഇത് ഗവൺമെൻറ് പറഞ്ഞിട്ട് റിസർവ് ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ ഇട്ടു. നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാനിത് കൊടുത്തു.
പക്ഷേ ഒരാളുടെ പോലും ഇൻട്രസ്റ്റ് ആ ഭാഗത്ത് ആ സമയത്ത് ഇൻട്രസ്റ്റ് മാത്രം കൊടുത്താൽ മതി, ജനങ്ങൾക്കൊരു സന്തോഷമാവും. ഗവൺമെൻറ് ചെയ്തു, ഗവൺമെൻറ് സ്വത്ത് ചെയ്തില്ല, ഗവൺമെൻറ് കോർപ്പറേറ്റുകളെ മാത്രം എഴുത്തള്ളി. എന്ത് സങ്കടകരമാണ്. ഒരു ഹൗസിംഗ് ലോണൊക്കെ HDFC ബാങ്കിന് മാത്രം 3-3 ലക്ഷം കോടി രൂപ കൊടുത്തു. അതുപോലെ തന്നെ സോളാർ പദ്ധതിയൊക്കെ സോഫ്റ്റ് ബാങ്ക് മുഖാന്തരം അദാനിക്ക് വേണ്ടിയിട്ട് അവർ ഫണ്ട് മറിച്ചു 3-3 ലക്ഷം കോടി രൂപ. ഇത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ ക്യാച്ച് ചെയ്ത് പിടിക്കണതാണ്. നമ്മളറിയാത്ത എന്തോരം ഇത് ചെയ്തിട്ടുണ്ടാവും. അപ്പം ജനങ്ങൾക്ക് ഇതും അറിയാം. മലയാളി എഡ്യൂക്കേറ്റഡ് ആണ്, അവർ വ്യക്തമായിട്ട് അറിയാം. ഒരിക്കലും ജയിക്കില്ല. തൃശ്ശൂര് എക്സിറ്റ് പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ജയിക്കുന്നു പറയണ്ടായി. അപ്പൊ ഒരിക്കലും ജയിക്കില്ല. കാരണം ഹീസ് എ ഫിലിം ആക്ടർ. ഇപ്പൊ എക്കണോമിക്കലി ഉള്ള സ്റ്റഡീഡ് ഒന്നുമല്ല, മനസ്സിലായ ജനാധിപത്യ രീതിയിലുള്ള ആളല്ല. പെട്ടെന്ന് വന്നിട്ട് അങ്ങനെ നിന്നുണ്ടെങ്കിൽ ജയിക്കാനിട്ട് അവിടെ സുനിൽകുമാറിന് സാധ്യത. ഞാൻ UDF-ൻ്റെതാണ്, പക്ഷെ അവിടെ സുനിൽകുമാറിന് സാധ്യത. 440 BJP, 440 കേരളത്തിൽ 3 എവിടേക്കാണ്? തൃശ്ശൂര്, ഒന്ന് പത്തനംതിട്ട, ഒന്ന് ട്രിവാൻഡ്രം. തൃശ്ശൂര് സുരേഷ് ഗോപി ജയിക്കുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ. തൃശ്ശൂര് ജയിക്കും, തിരുവനന്തപുരം ജയിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജയിക്കാനുള്ള സാധ്യതയുണ്ട്. തൃശ്ശൂര് അപ്പൊ സുരേഷ് ഗോപി ജയിക്കുന്ന ഉറപ്പാണോ? ഉറപ്പാണ്. തിരുവനന്തപുരത്ത് ആരാണ്? തിരുവനന്തപുരത്ത് മറ്റേ പുള്ളിയുടെ പേര് പറഞ്ഞല്ല, സുരേന്ദ്രൻ. അതല്ല കുമ്മനം അല്ല, നമ്മുടെ കുമ്മനമല്ല, മറ്റേ എനിക്ക് രാഹുൽ രാജഗോപാൽ. തിരുവനന്തപുരത്ത് നിൽക്കണ അല്ലല്ലോ, പിന്നെ ശശി തരൂർ കൂടെ നിൽക്കണത്. തിരുവനന്തപുരത്തും തൃശ്ശൂരും വരെ ജയിക്കുന്ന ഒരു എക്സ്പെക്ടേഷൻ. അത് നാളെ വരുമ്പോ അറിയാം. അവരോട് അഭിപ്രായം വെച്ച് എന്റെ ഇതാണോ എക്സ്പെക്ടേഷൻ ഉണ്ട് എവിടെയെങ്കിലും ജയിക്കായിരിക്കും, സാധ്യതയുണ്ട്. എവിടെയാണ്? സുരേഷ് ഗോപി ജയിക്കുന്ന സാധ്യതയുണ്ട്. എനിക്ക് ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നാണ് അവര് പറയുന്നത്. അല്ല, എനിക്കറിയില്ല. സാധ്യത ഉണ്ടാവും. 2 സ്ഥാനാർത്ഥികൾ നിൽക്കുമ്പോൾ ഈ പ്രാവശ്യം ചിലപ്പോൾ എനിക്കറിയില്ല, പുള്ളിക്ക് കിട്ടുമായിരിക്കും തോന്നുന്നു.